അപ്പോൾ ടോട്ടോച്ചാൻ്റെ പുസ്തകത്തിലെ 2 ഭാഗം ഞാൻ വായിച്ചായിരുന്നു. അപ്പോൾ ഇന്ന് ഒരു ചെറിയ ഭാഗം ഞാൻ വായിക്കാൻ വേണ്ടി വന്നതാണ്. അത് നിക്ക് ഈ സ്കൂൾ ഇഷ്ടമായി എന്നൊരു ഭാഗം, അതിലൊരു ചെറിയ ഭാഗമാണ്. അത് ഞാൻ വായിക്കാം. കൊച്ചു ടോട്ടോയ്ക്ക് സന്തോഷം കൊണ്ട് കാലുകൾ നിലത്തുറയ്ക്കായികയായി. തീവണ്ടി സ്കൂളിനടുത്തേക്ക് അവൾ കുതിച്ചു. അമ്മേ, ഒന്ന് വേഗം വന്നാട്ടെ, തീവണ്ടി അനങ്ങിത്തുടങ്ങും മുമ്പ് കയറണം, അവൾ തിരിഞ്ഞു നിൽക്കാതെ പറഞ്ഞു. അവൾക്കൊപ്പമെത്താൻ അമ്മയ്ക്ക് ഓടേണ്ടി വന്നു. ഭാഗ്യത്തിന് അവർ പണ്ടൊരു ബാസ്കറ്റ് ബോൾ കളിക്കാരിയായിരുന്നു. അതുകൊണ്ട് റെയിൽ മുറിയുടെ വാതിൽക്കൽ വച്ച് തുള്ളിച്ചാടിയോടുന്ന ടോട്ടോച്ചാൻ്റെ ഉടുപ്പിൽ പിടികിട്ടി. അവൾ അകത്തേക്ക് കയറാനുള്ള തിടുക്കത്തിലാണ്. ടോട്ടോ, നില്ലവിടെ, ഇത് തീവണ്ടിയല്ല, ക്ലാസ് മുറിയാ, അമ്മ വിലക്കി. അനുനയപൂർവ്വം അവർ തുടർന്നു. നീ ഇവിടെ ചേരാൻ പോണതേയുള്ളൂ, ഇപ്പോൾ അകത്തേക്ക് കയറിക്കൂടാ. പിന്നെ തീവണ്ടി സ്കൂളിൽ ഇരിക്കണമെങ്കിൽ നീ നമ്മൾ കാണമ്പോണ ഹെഡ് മാസ്റ്ററുടെ മുന്നിൽ നല്ല കുട്ടിയായിട്ട് നിൽക്കണം, കേട്ടൂല്ലോ. തീവണ്ടി മുറിയിൽ കയറാനാവാത്തതിൽ അവൾക്കു നിരാശ തോന്നി. എങ്കിലും അമ്മ പറയും പോലെ കേൾക്കുന്നതാണ് നല്ലതെന്നുറച്ചുകൊണ്ട് അവൾ പറഞ്ഞു, നിക്ക് ഈ സ്കൂള് നന്നേ ഇഷ്ടായി. അമ്മയുടെ മനസ്സിൽ മറ്റൊന്നായിരുന്നു. മാസ്റ്റർക്ക് അവളെ ഇഷ്ടപ്പെടാതെ വരുമോ? ഉടുപ്പിലെ പിടിവിട്ട് കൊച്ചു ടോട്ടോയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഹെഡ് മാസ്റ്ററുടെ മുറിയിലേക്ക് അവർ തിടുക്കത്തിൽ നടന്നു. ആദ്യത്തെ പീരീഡ് തുടങ്ങിക്കഴിഞ്ഞിരുന്നു. തീവണ്ടി മുറികളാകെ നിശബ്ദം. ഇടുങ്ങിയതെങ്കിലും ചുമരുകളില്ലാത്ത സ്കൂൾ മുറ്റത്ത് ചുറ്റും മരങ്ങൾ, ചുവപ്പും മഞ്ഞയും നിറത്തിലുള്ള പൂക്കളുടെ നീണ്ട നിരകൾ. ഹെഡ് മാസ്റ്ററുടെ മുറി തീവണ്ടിയിലായിരുന്നില്ല. ഗേറ്റിന് മുന്നിലായി അരവട്ടത്തിലുള്ള 7 പടികൾക്കു മുകളിൽ ഒരൊറ്റ നില കെട്ടിടം. അതിൻ്റെ വലത്തേ അറ്റത്ത് മാസ്റ്ററുടെ മുറി. അമ്മയുടെ പിടിയിൽ നിന്നു കുതറി ടോട്ടോച്ചാൻ പടികളിലൂടെ ഓടിക്കയറി. 7ാമത്തെ പടിയിലെത്തിയപ്പോൾ എന്തോ ഓർത്തിട്ടെന്ന പോലെ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. എന്താ നിന്നുകളഞ്ഞേ? അവൾക്കൊപ്പമെത്താൻ ബന്ധപ്പെട്ടുകൊണ്ട് അമ്മ ചോദിച്ചു. മകളുടെ മനസ്സ് മാറുകയോ മറ്റോ ചെയ്തോ എന്നായിരുന്നു അവരുടെ സംശയം. അമ്മ അവൾക്കു താഴെയെത്തി. മുകളിലെ പടവിൽ നിന്ന് താഴേക്കു ചാഞ്ഞു ടോട്ടോച്ചാൻ അമ്മയുടെ ചെവിയിൽ മന്ത്രിച്ചു. നമ്മൾ കാണാൻ പോണതേ ശരിക്കും ഒരു സ്റ്റേഷൻ മാസ്റ്ററെയാ. അമ്മയ്ക്ക് വേണ്ടുവോളം ക്ഷമയും സഹൃദയത്വവും ഉണ്ടായിരുന്നു. അവളോട് ചേർന്ന് നിന്ന് മന്ത്രിക്കുന്ന സ്വരത്തിൽ അവർ ചോദിച്ചു, ആണോ? അതേ മട്ടിൽ അവൾ വീണ്ടും പറഞ്ഞു. ഹെഡ് മാസ്റ്റർ ആണെന്നല്ലേ അമ്മ പറഞ്ഞേ? ഇത്രയും ട്രെയിനുണ്ടെങ്കിലേ ഒരു സ്റ്റേഷൻ മാസ്റ്റർ തന്നെയാ. നീ തന്നെ മാസ്റ്ററോട് പോയി ചോദിക്ക്, അമ്മയ്ക്ക് ഉത്തരം മുട്ടി. സ്കൂളിൽ തീവണ്ടി മുറി ഉപയോഗിക്കുന്നത് ഏതായാലും വിചിത്രമായൊരേർപ്പാടാണെന്ന് അവർക്കു സമ്മതിക്കേണ്ടി വന്നു. കൂടുതൽ വിശദീകരിക്കാനാവില്ല, സമയവുമില്ല. എങ്കിലും അവർ പറഞ്ഞു, നിന്റെ അച്ഛൻ വയലിൻ വായിക്കുമല്ലോ, വീട്ടിൽ ഒത്തിരി വയലിനും ഉണ്ടല്ലോ, എന്നുവച്ച് നമ്മുടെ വീട് വയലിൻ വിൽക്കണ കടയാണോ? ഹേയ്, അല്ലല്ലോ. ഞൊടിയിടയിൽ അമ്മയുടെ തൊപ്പി കൈക്കലാക്കിക്കൊണ്ട് കൊച്ചു ടോട്ടോ പറഞ്ഞു. അപ്പോൾ ഈ ഭാഗം ഇവിടെ അവസാനിച്ചു. അടുത്ത ഭാഗം ഹെഡ് മാസ്റ്റർ എന്ന ഒരു ഭാഗമാണ്. അത് ഇനിയൊരു വീഡിയോയിൽ ഞാൻ വായിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.